ഇരിക്കുന്ന ആന്റണി ജോസ്. ക്രിക്കറ്റ് പ്രമുഖമാക്കി ഒരു ബേസിൽ ജോസഫ് മൂവി ക്യാൻ വി എക്സ്പെക്ട്? അതൊരു ഒന്നൊന്നര ചോദ്യമായി. ഭയങ്കര. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് വളർന്നു വരുന്ന നല്ല ക്രിക്കറ്റ് കളിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വല്ല അവസരവും രാജസ്ഥാൻ റോയൽസ് ക്രിക്കറ്റ് ടീമിലോ ഞാൻ നന്നായിട്ട് ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യും. He's actually recommending. He's actually doing a recommendation. He's a good player. Kindly give him a chance in Rajasthan Royals. अच्छा बैट करेगा, बॉल भी करेगा, विकेट कीपर भी करेगा. सब कुछ करेगा. सब कुछ करेगा. ഇപ്പൊ വെള്ളം കൊണ്ടു കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. ആ ഒരു സ്പോണ്ടേനിയസ് ഡയലോഗിന് നന്ദി പറയാനായിരുന്നു ഞാൻ. മാത്രമല്ല ഇന്നലത്തെ രഞ്ജി ട്രോഫി വെച്ച് പറയുകയാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് करके आपको विकेट भी देगा शॉर्ट लेग पे. എന്റെ വൈഫ് പറഞ്ഞത് ടോം ആൻഡ് ജെറി കണ്ട പോലായിരുന്നു. അതായത് ഇവിടുന്ന് പറഞ്ഞ അടുത്ത് ഹെൽമെറ്റ് തെറ്റിട്ട് വേറെ. എന്തായാലും അതും ഭയങ്കര അഭിമാനമുള്ള ഒരു മൊമെന്റ് ആണ്. കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനൽസിൽ എത്തുന്നു എന്ന് പറയുന്നത്. നമ്മുടെ പയ്യന്മാര് കളിച്ച് അവസാനം ഫൈനലിലെത്തി. പിന്നല്ല ബേസിൽ ബ്രോ, ഒരു ചോദ്യം. നമ്മളുടെ കിക്ക് ചെയ്യാൻ പോകുന്ന സിനിമ സ്പോർട്സ് പ്രമേയമായ ഒരു സിനിമയാണ്. അതിനെ പറ്റിയിട്ട് അവർക്കൊരു വിശ്വസ് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുന്നു. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്രിനാലിൻ റഷ് നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സിനിമകളാണ് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമകൾ. തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഈ പറയുന്ന ഏത് സ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അപ്പൊ അതൊരു 100 കോടി ക്ലബിൽ കയറട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിഷ് യു ഗുഡ് ലക്ക് മലയാളം. താങ്ക് യു ബേസിൽ. ആൻഡ് നൗ കിക്കിന്റെയും റാഫേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെയും മെഗാ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനം